കൊല്ലം കൊട്ടിയത്തെ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കൊല്ലം കൊട്ടിയത്ത് അണ്ടർപാസിനോട് ചേർന്ന ഭാഗത്ത് അതിന്റെ വീരപാത ഭാഗമാണ് ഇടിഞ്ഞ് താഴേക്ക് പോകുന്നത്. സിമെന്റ് ബ്ലോക്കുകൾ ഉള്ളതുകൊണ്ട് അത് അവിടെ താങ്ങി നിന്നതുകൊണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയൊരു അപകടം ഒഴിവായി എന്നും വേണമെങ്കിൽ പറയാം. സിമെന്റ് ബ്ലോക്കുകൾ താഴേക്ക് പോകുന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയ ദുരിതമായി മാറിയേനെ. സിത്താര ജംഗ്ഷനിലാണ് ഇത്. മൈലക്കാട് ഇറക്കം റോഡ് മൊത്തം ഇടിഞ്ഞു വീണു. നല്ല പണിയാണ് ഹൈവേയുടെ. അത് അണ്ണാ ഇനി വേണ്ടോ ഇടിയുന്നു ഇടിയുന്നു. ആൾക്കാർ വാക്കല്ലാതെ നിൽക്കുന്ന ആൾക്കാരല്ല. കൊല്ലം കൊട്ടിയത്താണ്. കൊല്ലം കൊട്ടിയത്തെ അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. റോഡിൽ വലിയ ഗർത്തം, വീരപാതയുടെ ഭാഗത്ത് വലിയ ഗർത്തമുണ്ടാവുകയും ആ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക്, ആ ഗർത്തം താഴേക്ക് വലിയ ഇതായി മാറിയതോടുകൂടി അവിടുന്ന് അതിൻ്റെ അപ്രോച്ച് റോഡ് തെന്നി മാറി ഒരു വളവ് അവിടെ രൂപപ്പെടുകയായിരുന്നു. ടാറെല്ലാം പൊളിഞ്ഞ് ഒരു ഭൂചലനമുണ്ടായ പ്രതീതി പോലെയാണ് അവസ്ഥ. ഇതേ കാഴ്ചയാണ് നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്തൊക്കെ കണ്ടത്. കണ്ണനുണ്ട്. കണ്ണൻ, ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. എന്തെങ്കിലും ഒരു സമാന്തര സംവിധാനങ്ങൾ പോലീസുമൊക്കെ ഇടപെട്ട് നടത്തുന്നുണ്ടോ? എന്താണ് അവസ്ഥ? ഗതാഗതക്കുരുക്ക് വീണ്ടും രൂക്ഷമാകും. എന്തിനായാലും വാഹനം വഴിതിരിച്ചു വിടുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. ഇപ്പോൾ കൊല്ലം നഗരത്തിൽ കയറാതെ കൊട്ടിയത്തുകൂടി വേണമെങ്കിൽ കുണ്ട്ര വഴി വാഹനങ്ങൾ തിരിച്ചുവിടാമായിരുന്നു. ഇനിയിപ്പോൾ ചെയ്യാൻ സാധിക്കുക ഒന്നുകിൽ പാരിപ്പള്ളിയിൽ നിന്ന് നേരെ വാഹനം തിരിച്ച് MC റോഡിൽ മുഖേന കയറ്റിവിടുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും നിലവിൽ വലിയ ഗതാഗതക്കുരുക്ക് തന്നെയാണ് പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത്. ഈ വാഹനങ്ങൾ അപകടം ഉണ്ടായത് മൂലം വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്ന കാര്യം. സ്കൂൾ വിടുന്ന സമയമാണ്, ഓഫീസുകൾ അടയ്ക്കുന്ന സമയമാണ്. ആ സമയത്തൊക്കെ തന്നെ ആയതുകൊണ്ട് തന്നെ വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല പെട്ടെന്നുണ്ടായ ഒരു അപകടമാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ, യാത്രക്കാരും തന്നെ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച്, ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഒരു കാരണവശാലും ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവരുത്, യാത്രക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാവരുത്. ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിലാണ് മുമ്പാണ് സംഭവം ഉണ്ടാകുന്നതും. പൊടുന്നനെ ഒരു വലിയ ഗർത്തം രൂപപ്പെടുകയും നേരെ ആ സൈഡ് വാൾ താഴേക്ക് ഇരുത്തുകയുമായിരുന്നു. അങ്ങനെയാണ് അപകടമുണ്ടായത്. ആ സമയത്ത് 2 കാറ്, ഒരു സ്കൂൾ ബസ് അടക്കം 4 വാഹനങ്ങൾ ആ അപ്രോച്ച് റോഡിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ വാഹനങ്ങൾക്ക് മുകളിലേക്കൊന്നും ഈ കോൺക്രീറ്റ് പാളികൾ പതിക്കാതിരുന്നത് വലിയ ആശ്വാസപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. നിലവിൽ വലിയ ഗതാഗതക്കുരുക്കാണ് പ്രദേശത്തുണ്ടായിരിക്കുന്നത്. ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി, ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് കാരണം എന്നുള്ളതാണ് നിലവിൽ ഉണ്ടായിരിക്കുന്ന ആക്ഷേപം. കാണാൻ നമ്മൾ ഏറ്റവും പുതിയ ദൃശ്യങ്ങളൊന്ന് കാണാം. വലിയ വെള്ളക്കെട്ട് അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ നിറഞ്ഞാണ് അവിടെ മണ്ണ് മുകൾ ഭാഗത്ത് വലിയ കുഴിയുണ്ടാകുന്നു. വെള്ളമടക്കം തള്ളുന്നു. റോഡ് വളഞ്ഞു പോകുന്നു. അവിടുന്ന് ഈ ബസ്സിൽ നിന്ന് ബസ് ജീവനക്കാർ കുട്ടികളുടെ ബാഗുകളൊക്കെ എടുത്ത് മാറ്റുന്നതൊക്കെ കാണാം. ബസ്സും ഒരു ചുവന്ന, ഒപ്പം തന്നെ ഒരു നീല 2 കാറുകളുമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും മണ്ണൊക്കെ ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ദയവായി ആ പ്രദേശത്തേക്ക് ആളുകൾ പോകാതിരിക്കുക. സുരക്ഷിതമായ അകലം പാലിക്കാൻ ശ്രമിക്കുക. അണ്ടർപാസിൻ്റെ നിർമ്മാണം പ്രവൃത്തി നടക്കണം. പ്രേക്ഷകർക്ക് കാണാം. അതായത് അതിൻ്റെ കുറച്ച് മുൻഭാഗത്തായിട്ടാണ് അങ്ങോട്ടേക്കുള്ള പാസേജ്. അതിനോട് ചേർന്ന ഭാഗത്താണ് ഈ മണ്ണ് ഇടിഞ്ഞ് താണ് ഇങ്ങനൊരു വലിയ അപകടം ഉണ്ടായത്. അപ്രോച്ച് റോഡ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായി. 3 വാഹനങ്ങളാണ് ഈ അപകട സമയത്ത്. ഒരു ഭാഗത്ത് താഴെ കാണുന്നത് വെള്ളക്കെട്ടാണ്. വെള്ളക്കെട്ട് ആ ചാലുകളിലൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അത്രയും വലിയൊരു ദുരന്തമാണ് ഉണ്ടായത്. ഭാഗ്യത്തിന് ആളുകൾ രക്ഷപ്പെട്ടു എന്നത് ആണ് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട കാര്യം. ഇപ്പോഴും ആ സിമെൻറ്റ് ബ്ലോക്കുകൾ താഴേക്ക് പതിച്ചിട്ടില്ല. ആളുകൾ അവിടെ നിൽക്കുന്നത് പോലെ ഒരു അപകടകരമായ സാഹചര്യമാണ്. ആ ബ്ലോക്കുകളിൽ തങ്ങി നിൽക്കുകയാണ്. ആ ബ്ലോക്കുകൾ ഏത് നിമിഷം വേണമെങ്കിലും ആ ബ്ലോക്കുകളും താഴേക്ക് പതിക്കാവുന്നതാണ്. എത്രയും വേഗം ആ വാഹനങ്ങൾ അവിടുന്ന് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞാൽ അത്രയും ഒരു നഷ്ടം ഒഴിവാക്കാൻ കഴിയും. പക്ഷേ അത് എത്രത്തോളം പെട്ടെന്ന് പോസിബിളാണെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ആ സ്ഥലത്തെത്തി വിദഗ്ധർ അത് പരിശോധിച്ച ശേഷം മാത്രമേ ആ വാഹനങ്ങൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും നീക്കാൻ കഴിയുമോ എന്നൊക്കെ നോക്കാൻ കഴിയൂ. എന്തായാലും സ്കൂൾ വിട്ട് വരുന്ന സമയത്താണ്, കൂടുതൽ തിരക്കുള്ളൊരു സമയമാണ് കറക്റ്റ്. പക്ഷേ ആ സമയത്ത് 3 വാഹനങ്ങളാണ് അവിടെ ഉണ്ടായത്. കൂടുതൽ അത് ആ ബ്ലോക്കുകൾ താഴേക്ക് ഇടിഞ്ഞു വരാത്തത് കൊണ്ട് മാത്രം വലിയൊരു അപകടം ഒഴിവായി എന്നതാണ്